ഞാൻ ഡെലിവറി ബോയ്സിന് ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് അടക്കം ഈ കാട്ടില് ഡെലിവറിയിലൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട്. നല്ല രീതിയൊക്കെ പണിയെടുക്കുന്ന ചെക്കന്മാരുണ്ട്. എന്റെ വീട്ടിലേക്ക് കൊറിയർ കൊണ്ടുവരുന്ന ബ്രോ ഒക്കെ നല്ല നല്ല സർവീസാണ്. പക്ഷെ ചില ഏരിയത്തെ ആൾക്കാരുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവർക്ക് ഈ സാധനം വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ ഭയങ്കര മടിയാണ്. ഈ ക്ലയന്റിനെ വിളിച്ചിട്ട് ഈ കടയിൽ കൊടുക്കട്ടെ അല്ലെങ്കിൽ വേറെ എവിടെ ഏൽപ്പിച്ചാൽ മതിയോ, എങ്ങനെയാ അങ്ങനെ ചെയ്യാം? ക്ലൈന്റിനോട് നമ്മൾ ഹോം ഡെലിവറി പറഞ്ഞിട്ടാണ് നമ്മൾ ഡെലിവറി പാർട്ട്ണർക്ക് പേയ്മെന്റും കൊടുത്തിട്ട് ഈ സാധനം കൊടുത്തു വിടുന്നത്. എന്നിട്ട് അവിടെ എത്തുമ്പോൾ ഡെലിവറി ബോയ്സ് ചെയ്യണതോ കടയിൽ കൊടുക്കണതൊക്കെ ഇപ്പൊ ചോദിച്ചിട്ട് ക്ലൈന്റിനെ നെഗറ്റീവ് ആക്കുക. ഇനി അത് പോട്ടെ, വേറൊരു ക്ലൈന്റ് വിളിച്ചിട്ട് പറയാൻ പോലെ അവര് കോള് ചെയ്യുന്നുണ്ട്, അവര് തന്നെ കോള് വിളിച്ചാൽ ഞാൻ കോൾ എടുക്കുന്നുണ്ട്, പക്ഷെ അവർ സംസാരിക്കൂല, ഡെലിവറി ബോയ് മിണ്ടൂല. എന്നിട്ട് എന്തിനാ വെച്ചാല് കോള് ചെയ്തു, കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോള് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡെലിവറി ബോയ് മിണ്ടൂല. ആള് പറയുന്ന പോലെ നമ്മൾ കാക്കടയും പൂച്ചടൊക്കെ സൗണ്ട് വെക്കുന്നുണ്ട്, പക്ഷെ ആരും മിണ്ടുന്നതായിട്ട് കേൾക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചു, ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ നോക്കിയപ്പോ പ്രൊഡക്റ്റ് റിട്ടേൺ ആയി. ആമസോൺ ഷിപ്പിംഗ് എന്നാട്ടാ. നിങ്ങൾ മാക്സിമം ആമസോൺ ഷിപ്പിംഗ് യൂസ് ചെയ്യാതിരിക്കുക. എനിക്ക് മനസ്സിലായിടത്തോളം ആമസോൺ ഷിപ്പിംഗും തീരെ സർവീസ് ശരിയല്ല. ഞങ്ങൾക്ക് കിട്ടിയ പ്രശ്നമാണെന്ന് അറിയില്ല, ബാക്കിയുള്ള അഭിപ്രായം പറയും നിങ്ങൾക്ക് അങ്ങനെ പണി കിട്ടിയിട്ടുണ്ടോ. ഇനി അവർക്ക് അവരെ ഓൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവും, ആമസോൺ ആണല്ലോ. അപ്പോൾ അവർക്ക് അത് കുറെ ഉള്ള കാരണം നമ്മളുടെ ഇടയത്തെ ചെറിയ ഓർഡേഴ്സ് ചെയ്യാൻ താല്പര്യമില്ലാണ്ടാവണം, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ ആമസോൺ ഷിപ്പിംഗ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിക്ക് ഉപയോഗിച്ചൊക്കെ പണി കിട്ടി, പ്രൊഡക്റ്റ് ഒക്കെ റിട്ടേൺ വന്നു. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡിൽ ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്, നിങ്ങൾക്ക് നല്ല ഉപകാരം കിട്ടിയ ഡെലിവറി പാർട്ട്ണർ ഏതാണ് എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ പറയും കേട്ടോ.